നമ്മളോടൊപ്പം ഉള്ളത് ഇന്റർനാഷണൽ ട്രെയിനർ, മെന്റർ, ലൈഫ് കോച്ച്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട കുഞ്ഞാക്ക എന്നറിയപ്പെടുന്ന ബഷീർ എടാട്ടിനോടൊപ്പമാണ്. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ പല ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. സിജി, അതുപോലെ JCI, അങ്ങനെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതുപോലെ ശേഷിയിൽ ഭിന്നരായ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ആ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? സിജിയുടെ സീനിയർ റിസോഴ്സ് പേഴ്സൺ ആണ്, JCIയുടെ ട്രെയിനറാണ്, ഷീൻ ഇൻ്റർനാഷണൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ശേഷിയിൽ ഭിന്നരായ കുട്ടികളെ കൂടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ചെറിയ പ്രായം മുതൽ. തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ കാണാൻ അവരെ പരിപോഷിപ്പിക്കുക, അവരെ വളർത്തിയെടുക്കുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ശേഷിയിൽ ഭിന്നരായ കുട്ടികളുടെ കൂടെ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുക, അവരെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ലോകത്തോളം വളർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക, മറ്റുള്ളവരെ ഒരു സൗഹൃദാന്തരീക്ഷത്തിലേക്ക്, നമ്മളെപ്പോലെ തന്നെ അവർക്കും സ്വപ്നങ്ങളുണ്ട്, ഒരു 4 ചുമരുകൾക്കുള്ളിൽ ഒരു അഗാധഗർത്തത്തിലേക്ക് നോക്കുന്നവരെ ഒരു സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഖത്തർ വേൾഡ് കപ്പിൽ മെസ്സിയുടെയും എംബാപ്പയുടെയും കൂടെയൊക്കെ വേദിയിൽ തിളങ്ങിയ അസിം എന്ന മകന്റെ ഗുരുവാണെന്നറിയാം. അപ്പോൾ ആ അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? There is no word in front of my beloved Asim. His presence itself a good motivation. 700 കോടി ജനങ്ങൾ ഉറ്റുനോക്കിയ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഗ്രൗണ്ടിൽ തിളങ്ങിയ ആസിം എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ ഒരുപാട് പാടുണ്ടോ എന്നില്ല, നമ്മൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും വലിയൊരു അഭിമാനമാണ് കേരളത്തിൻ്റെ. 30 അടി താഴ്ചയുള്ള പെരിയാറിലൂടെ 3 പ്രാവശ്യം നീന്തിയ ആസിം, ലോക റെക്കോർഡിട്ട ആസിം, അതോടൊപ്പം തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് മറ്റുള്ളവർക്ക് മാതൃകയായ ആസിം, അതുകൂടാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അത് വളരെ മികച്ച രീതിയിൽ സമൂഹത്തിന് ഒരുപാട് നല്ല മെസ്സേജ് കൊടുത്ത ആസിം. അപ്പോൾ ആ രീതിയിലൊക്കെ പറയുമ്പോൾ ഒത്തിരി പറയാൻ വാക്കുകളില്ല. അത് വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൻ്റെ ഒരു അഭിമാനമായിട്ട് ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ലോകത്തോളം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയായിട്ട് വലിയൊരു മാറിക്കൊണ്ടിരിക്കുകയാണ് ആസിം. വളരെ സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതുപോലെ സ്മാർട്ട് ഫോണൊക്കെ അധികമായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ അതിൽ അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. പല ആത്മഹത്യകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പേരൻസിന് കൊടുക്കാനുള്ള ഒരു ഗൈഡൻസ്, അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജോ എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒത്തിരി കഴിവുള്ള കുട്ടികളാണ്. ഒരു ആൽഫ ജനറേഷൻ എന്ന് പറയാം. അപ്പോൾ ആ കുട്ടികൾക്ക് ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് AI കാലഘട്ടമാണ്. ഈ AI കാലഘട്ടം എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് സാധ്യതകൾ, ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ലോകത്തോളം വളരാനുള്ള സാഹചര്യം, നമ്മുടെ ലോകം നമ്മുടെ ഉള്ളം കൈയിലാണെന്ന് പറയുന്നത് കേവലം ഒരു കുട്ടിക്ക് ഒത്തിരി മേഖലയിൽ വളരാനുണ്ടാവുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പാരൻസ് ഇന്ന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അവരുടെ ടാലൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ വളർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരുടെ ഏരിയ കണ്ടെത്തിക്കൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് പാരൻസ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. നെഗറ്റീവായ രീതിയിൽ മൊബൈൽ ഫോണുകളും മറ്റും മിസ്യൂസ് ചെയ്യുന്നതിന് പകരം അവരെ പോസിറ്റീവായ, മൊബൈലിൻ്റെ ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട്, നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ഏരിയകളുണ്ട്, വിശാലമായ ഏരിയകളുണ്ട്. ആ വിശാലമായ ഏരിയയിലേക്ക് കുട്ടികളെ കൈ പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പാരൻസ് എന്ത് ചെയ്യണം? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് ഈ സമൂഹത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നത്? പറയുന്ന സമയത്ത് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ട് ഒരു ആത്മഹത്യയുടെ വക്കിൽ പലതവണ പോയ സമയത്ത് അവനെ അതിൽ നിന്ന് കരകയറ്റാനും അവൻ്റെ മനസ്സിൽ സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളത്. വാപ്പയിൽ നിന്ന് കിട്ടിയ ഒരു മെസ്സേജാണ്, മറ്റൊരാൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യുക. ചെറുപ്പത്തിൽ എന്നോട് കൂടുതൽ പറഞ്ഞൊരു കാര്യം കൂടിയാണത്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. അപ്പം അത് എനിക്ക് ഒരുപാട് നല്ല ടേണിംഗ് പോയിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ 12 വയസ്സിലാണ് മെയിനായിട്ട് അത് നല്ല ഒരു ടേണിംഗ് പോയിന്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ. അപ്പോൾ ആ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും പറയാമോ?
പിന്നെ ശേഷിയിൽ ഭിന്നരായ ആൾക്കാർ പല നാടുകളിൽ വിദേശത്തൊക്കെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പല പരിഗണനകളും കാണാറുണ്ട്. പാർക്കുകളിലായാലും ഹോട്ടലുകളിലായാലും സ്കൂളുകളിലായാലും പ്രത്യേകിച്ച് അവർക്ക് വേറെ തന്നെ വഴികൾ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്, അതിനു വേണ്ടിയിട്ടുള്ള ലിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ശേഷിയിൽ ഭിന്നരായ ഒത്തിരി മാതാപിതാക്കളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ആശങ്കകൾ എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട്. കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ചിലവർ പങ്കുവെച്ച ആശങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൻ ആർക്കാണ് എന്നുള്ള ഒരു ചോദ്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. സ്വന്തം ഇത്താത്ത പോലും സ്വന്തം അനിയത്തി പോലും എൻ്റെ മകനെ നോക്കില്ല, ജീവിച്ചിരിക്കുമ്പോൾ നോക്കിയിട്ട് വേണ്ടേ ഞാൻ മരിച്ചാൽ. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂ കൊടുക്കാതെ മരിച്ചിട്ട് 1000 പൂക്കൾ കൊടുത്തിട്ട് എന്താ? ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാതെ, ഒന്ന് കൈത്താങ്ങാവാതെ മരിച്ചിട്ട് 6 അടി മണ്ണിലോ ചിതയിലെത്തിയിട്ടോ ചേർത്ത് പിടിച്ചിട്ട് എന്താ? അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശേഷിയിൽ ഭിന്നരായ നമ്മളെപ്പോലെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരെ ട്രെയിനിങ് പരിശീലനങ്ങൾ കൊടുക്കാനും അവരെ ജോലിയിലെത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒത്തിരി ഓർഗനൈസേഷനിൽ ഭാഗമാവാനും സാധിച്ചിട്ടുണ്ട്. അത് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം. പലപ്പോഴും പല മേഖലയിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ, അവരുടെ കൂടെ ഒരു കൈത്താങ്ങാവാൻ ഒത്തിരി പേരെ സംഘടിപ്പിക്കാൻ പറ്റി എന്നുള്ളതും, ഒത്തിരി പേര് അതിൻ്റെ പിന്നിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ, എന്നെ അറിയുന്ന നല്ലവരായ നാട്ടുകാരൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്കൊരു കരുത്തായിട്ട് തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ചൊരു അവബോധം കൊടുക്കാനൊക്കെ അത് വളരെയധികം സഹായിച്ചിട്ടുണ്ടാവുമല്ലോ. ശരിക്ക് അത് വലിയൊരു കാര്യമാണ്. വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ശരിക്കും നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമാണ്. നമ്മളെന്ത് ചെയ്യണം, ശേഷിയിൽ ഭിന്നരായ ആൾക്കാർ നമ്മളൊരു കൈത്താങ്ങ് കൊടുത്തുകൊണ്ട് ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ലോകത്തോളം അവരെ വളർത്തുക, അവർക്ക് അവരുടെ ഏരിയയിൽ വളരാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയാണ്. ഒത്തിരി പേരുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ, അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ നമ്മൾ കാരണം, നമ്മുടെ ചിന്ത കാരണം, അല്ലെങ്കിൽ നമ്മുടെ വാക്ക് കാരണം, നമ്മുടെ പ്രവൃത്തി കാരണം അവർക്കൊരു നന്മ കിട്ടുകയാണെങ്കിൽ അതിൽ പരം സന്തോഷം വേറെ എന്താ ഉള്ളത്? ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രവർത്തിക്കുക, അതിൻ്റെ ഭാഗമാക്കുക. ഇത്രയും നാള് കുട്ടികളുടെ ഇടയിലും അതുപോലെ മുതിർന്നവരുടെ പല ഓർഗനൈസേഷനുകളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു അനുഭവത്തിൽ നിന്ന് സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു മെസ്സേജ് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ചെറിയ പ്രായം മുതൽ എൻ്റെ വാപ്പ എനിക്ക് തന്നൊരു മെസ്സേജ് ഉണ്ട്: നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല കേരളീയൻ, നല്ല ഇന്ത്യക്കാരൻ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ എല്ലാ ഓഡിയൻസിനും കൊടുക്കുന്ന ഒരു മെസ്സേജാണ്, എൻ്റെ ചിന്തകൾ നന്നാകുമ്പോൾ എൻ്റെ വാക്കുകൾ നന്നാവും, വാക്കുകൾ നന്നാവുമ്പോൾ എൻ്റെ പ്രവൃത്തി നന്നാവും, എൻ്റെ പ്രവൃത്തി നന്നാവുമ്പോൾ വിജയം എൻ്റെ കൂടെ പിറപ്പാവും. ഞാൻ നല്ലവനാണ്, ഐ ആം ദി ബെസ്റ്റ്, നിങ്ങൾ നല്ലവരാണ്, യു ആർ ദി ബെസ്റ്റ്, നമ്മുടെ സമൂഹം മുഴുവൻ നല്ലതാണ്, വി ആർ ദി ബെസ്റ്റ്. അപ്പോൾ ആ ഒരു മെസ്സേജ് എനിക്ക് സത്യത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മെസ്സേജാണ്. അതാണ് ഈ ലോകത്തിന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ്. ഐ ആം ദി ബെസ്റ്റ്, യു ആർ ദി ബെസ്റ്റ് ആൻഡ് വി ആർ ദി ബെസ്റ്റ്. ഗുഡ് തോട്ട്, ഗുഡ് വേർഡ്, ഗുഡ് ആക്ഷൻ. ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ നമ്മുടെ സമൂഹത്തിന് വളരെയധികം മുതൽക്കൂട്ടാണ്. അപ്പം ഇത്രയും നേരം ഞങ്ങളോട് വിശേഷങ്ങൾ പങ്കുവച്ച മിസ്റ്റർ ബഷീർ എടാട്ടിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഒത്തിരി സന്തോഷം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. സന്തോഷം.